നീറ്റ് പരീക്ഷ വീണ്ടും നടത്തുമോ? വിദ്യാർത്ഥികൾ പറയുന്നതിൽ കാര്യമുണ്ടോ? രാജ്യം കണ്ട ഏറ്റവും വലിയ വിദ്യാഭ്യാസ അഴിമതിയാണോ ഇപ്പോൾ പുറത്തു വന്നത്? 2024 ജൂൺ 4-ന് ഇലക്ഷൻ റിസൾട്ടിനിടയിൽ മുങ്ങിപ്പോയ ഒരു പ്രധാന വാർത്തയായിരുന്നു നീറ്റ് പരീക്ഷാഫലം പുറത്തു വന്നതും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള വിവാദങ്ങളും. റിസൾട്ട് പുറത്തു വന്നതോടുകൂടി പരീക്ഷയുടെ നടത്തിപ്പിനെക്കുറിച്ചും ചോദ്യപേപ്പർ ചോർന്നതിനെക്കുറിച്ചുമെല്ലാം വലിയ വിവരങ്ങൾ പുറത്തുവരികയും ചർച്ചയാവുകയും വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെ നീറ്റ് UG പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പരീക്ഷാ നടത്തിപ്പിൻ്റെ ചുമതലയുണ്ടായിരുന്ന 4 ഇൻവിജിലേറ്റേഴ്സും അവരുടെ കുടുംബാംഗങ്ങളും ഉൾപ്പെടെ 13 പേരെ ബീഹാർ പോലീസ് അറസ്റ്റ് ചെയ്തതായിട്ട് വാർത്തകളുണ്ടായിരുന്നു. പരീക്ഷാ തീയതിക്ക് ഒരു ദിവസം മുന്നേ തന്നെ നീറ്റ് ചോദ്യപേപ്പറുകളും അവയുടെ ഉത്തരങ്ങളും 20ഓളം വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിരുന്നു എന്നാണ് വാർത്ത. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ട ബ്രോക്കർമാർ ഓരോ വിദ്യാർത്ഥികളിൽ നിന്നും 30 ലക്ഷം മുതൽ 50 ലക്ഷം രൂപ വരെ കൈപ്പറ്റിയതായിട്ട് തെളിവ് ലഭിച്ചു. ഇപ്പോൾ പരീക്ഷാഫലം പുറത്തു വന്നതിന് പിന്നാലെ പരീക്ഷാ നടത്തിപ്പിൽ സംശയമുണ്ടെന്ന് ആരോപിച്ച് മാതാപിതാക്കൾ മുന്നോട്ട് വന്നതോടുകൂടിയാണ് വീണ്ടും വിവാദങ്ങൾ ആരംഭിച്ചത്. ശരിക്കും എന്തൊക്കെയാണ് വിദ്യാർത്ഥികളും മാതാപിതാക്കളും ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ? 2024 നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വിദ്യാർത്ഥികളുടെ വിഷമവും മാനസിക സംഘർഷവും ആരെക്കാളും എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഞാൻ എൻട്രൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിട്ടുള്ള ആളാണ്. പഠിക്കുന്ന സമയത്ത് ആത്മാർത്ഥമായിട്ട് എൻട്രൻസിന് വേണ്ടി പഠിച്ചിട്ടുള്ള ആളുമാണ്. അതുകൊണ്ട് തന്നെ വസ്തുനിഷ്ഠമായിട്ട് ഈ വിഷയത്തെ നമുക്ക് സമീപിക്കാം. ദയവായിട്ട് ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ത്യയിലെ വിവിധ പ്രൈവറ്റ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ, ഡെൻ്റൽ കോളേജുകൾ, ആയുഷ് കോളേജുകളിലെ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി സീറ്റുകളിലേക്കെല്ലാം പ്രവേശനം അനുവദിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു പൊതു എൻട്രൻസ് ടെസ്റ്റാണിത്. നീറ്റ് അഥവാ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് എന്ന് ഇതിനെ പറയാം. രാജ്യമെമ്പാടുമുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരൊറ്റ പ്രവേശന പരീക്ഷയിലൂടെ ഇന്ത്യയിലെ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം 2012 ഇങ്ങനെ ഒരു മത്സര പരീക്ഷ നടത്താൻ തീരുമാനമെടുക്കുന്നത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അഥവാ NTIക്കാണ് ഈ പരീക്ഷ നടത്തുന്നതിനുള്ള ചുമതല. എന്നാൽ വിവിധ കാരണങ്ങളാൽ CBSEയും മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയും ഇത് വീണ്ടും ഒരു വർഷത്തേക്ക് മാറ്റിവെച്ചു. 2013 മെയ് 5-ന് അണ്ടർ ഗ്രാജുവേറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ കോഴ്സുകളിലേക്ക് പ്രവേശനം നേടുന്നതിനായി വിദ്യാർത്ഥികൾക്ക് രാജ്യത്തുടനീളം ആദ്യമായിട്ട് നീറ്റ് പരീക്ഷ നടത്തുകയാണ്. എന്നാൽ ആന്ധ്രാപ്രദേശ്, കർണാടക, ഗുജറാത്ത്, പശ്ചിമ ബംഗാൾ, തമിഴ്നാട് എന്നിവയുൾപ്പെടെയുള്ള നിരവധി സംസ്ഥാനങ്ങൾ തങ്ങളുടെ സിലബസുമായിട്ട് നീറ്റിൻ്റെ സിലബസിൽ വലിയ വ്യത്യാസമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ച് പരീക്ഷ എതിർത്തിരുന്നു. 2013 ഈ മത്സര പരീക്ഷയ്ക്കെതിരെ സമർപ്പിച്ച 115 ഹർജികളും ശരിവെച്ചുകൊണ്ട് സുപ്രീം കോടതി നീറ്റ് പരീക്ഷ റദ്ദാക്കുകയും കോളേജുകൾ നടത്തുന്ന പ്രവേശന പരീക്ഷകളിൽ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് ഇടപെടാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ കുറേ വർഷങ്ങളായിട്ട് തങ്ങളുടെ സീറ്റുകൾ കോടിക്കണക്കിന് രൂപയ്ക്ക് വിറ്റ് അഡ്മിഷൻ സമയത്ത് പണമുണ്ടാക്കുന്ന സ്വകാര്യ മെഡിക്കൽ കോളേജുകളുടെ വിദ്യാഭ്യാസ കച്ചവടം കണ്ടില്ല എന്ന് നടിക്കാൻ സുപ്രീം കോടതിക്കായില്ല. കൂടാതെ ഓരോ സംസ്ഥാനങ്ങളും നിലവാരത്തിനനുസരിച്ച് സുതാര്യമായി പരീക്ഷ നടത്താത്തതും വെല്ലുവിളി തന്നെയായിരുന്നു. ഇതെല്ലാം തടയുന്നതിന് ഒരു പൊതു പ്രവേശന പരീക്ഷയുടെ ആവശ്യമുണ്ട് എന്ന് 2016 സുപ്രീം കോടതി നിരീക്ഷിക്കേണ്ടായി. ഇതിനെ തുടർന്ന് 2013 നിരോധനം മാറ്റിക്കൊണ്ട് 2016 നീറ്റ് എക്സാം വീണ്ടും തിരിച്ചു വന്നു. ആ നീറ്റ് പരീക്ഷയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നീറ്റ് പരീക്ഷയിൽ ഉയർന്ന റാങ്ക് നേടിയ കുട്ടികളാണ് മെഡിക്കൽ കോളേജുകളിലെല്ലാം ഡോക്ടർമാരാവാൻ വേണ്ടി പ്രവേശനം നേടുന്നത്. മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ 3 റൗണ്ടുകളായിട്ടാണ് സീറ്റുകൾ അനുവദിക്കുക. നീറ്റിലെ എല്ലാ സർക്കാർ സീറ്റുകളും ഫില്ലാകുന്നതുവരെ ഈ പ്രക്രിയ തുടരും. സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ 15% ഓൾ ഇന്ത്യ കോട്ട സീറ്റുകളിലേക്കുള്ള പ്രവേശനം മെഡിക്കൽ കൗൺസിൽ ഓഫ് കമ്മിറ്റി നേരിട്ട് നടത്തുന്നതാണ്. ബാക്കിയുള്ള 85% സംസ്ഥാന കോട്ട സീറ്റുകളാണ്. ഇവിടേക്കുള്ള അഡ്മിഷൻ സമയത്ത് അതത് സംസ്ഥാന കൗൺസിൽ ബോഡികളാണ് പ്രവേശനം നടത്തുക. സ്വകാര്യ മെഡിക്കൽ കോളേജ് പ്രവേശനം മുഴുവനായിട്ടും അതത് സംസ്ഥാന കൗൺസിൽ ബോഡികൾ തന്നെയാണ് നടത്തുന്നത്. മാനേജ്മെൻറ്റ് സീറ്റുകളൊക്കെ പ്രൈവറ്റ് കോളേജുകൾക്ക് വലിയ വിലയ്ക്ക് വിൽക്കാൻ സാധിക്കുന്നതാണ്. ആ കാര്യങ്ങളെല്ലാം ഇപ്പോഴും നടക്കുന്നുണ്ട്. പിന്നെ അവിടെയൊക്കെ പഠിക്കാൻ നല്ല ഉയർന്ന ഫീസ് കൊടുക്കേണ്ടിയും വരും. അതുകൊണ്ട് തന്നെ ഉയർന്ന റാങ്കുള്ള ആളുകൾ എപ്പോഴും മികച്ച സർക്കാർ കോളേജുകൾ തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത്. എന്തായാലും ഇപ്പോൾ 2024 നീറ്റ് പരീക്ഷയുടെ റിസൾട്ട് വന്നതോടുകൂടി ഒരു കൂട്ടം വിവാദങ്ങളും പിന്നാലെ ഉണ്ടായിരിക്കുകയാണ്. ഈ വർഷത്തെ നീറ്റ് എക്സാമിൻ്റെ ഇടയിൽ തന്നെ ചോദ്യപേപ്പർ ചോർന്നതായിട്ട് പല വിവാദങ്ങളും ഉയർന്നു വന്നതിനെക്കുറിച്ച് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞ കാര്യമാണല്ലോ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പലരെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ചൊവ്വാഴ്ച പ്രഖ്യാപിച്ച നീറ്റ് റിസൾട്ടിൽ അതുകൊണ്ട് തന്നെ സംശയം ഉന്നയിച്ചുകൊണ്ട് നിരവധി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മുന്നോട്ട് വന്ന കാഴ്ചയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നീറ്റ് പരീക്ഷയിൽ 4 മാർക്കിൻ്റെ 180 ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക. ഏതെങ്കിലും ഒരു ചോദ്യത്തിന് തെറ്റായിട്ട് ആരെങ്കിലും മാർക്ക് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കറിയാം 1 മാർക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ടാവും. 2024 നീറ്റ് പരീക്ഷയിൽ പക്ഷേ
മുഴുവൻ മാർക്കും അതായത് 720-ൽ 720 നേടിയ 67ഓളം കുട്ടികളുണ്ട്. അതായത് 67 പേർക്കാണ് ഒന്നാം റാങ്ക് ഉള്ളത്. 67 വിദ്യാർത്ഥികൾ മുഴുവൻ മാർക്കും നേടുന്നത് നീറ്റ് പരീക്ഷയുടെ ചരിത്രത്തിൽ തന്നെ അത്യപൂർവമായിട്ടും അസാധാരണമായിട്ടും നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇത് തന്നെ സംശയം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്ന കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ലല്ലോ. ഇത്രയധികം വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ ഒന്നാം റാങ്കിൽ എത്തുന്നു എന്ന കാര്യം തീർച്ചയായിട്ടും സംശയം ഉണ്ടാക്കുന്നത് തന്നെയാണ്. കഴിഞ്ഞ വർഷം ഇന്ത്യയുടെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള എയിംസ് ഡൽഹിയിൽ 1 മുതൽ 55 വരെ റാങ്കുള്ള കുട്ടികൾക്കാണ് പരമാവധി അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത്. നിലവിലെ അവസ്ഥയിൽ 67 പേർക്ക് ഒന്നാം റാങ്ക് ഉണ്ട്. അതായത് രാജ്യത്തെ ഏറ്റവും മികച്ച സ്ഥാപനത്തിൽ ഒന്നാം റാങ്കുകാർക്ക് പോലും അഡ്മിഷൻ കിട്ടാത്ത അത്യപൂർവമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ വർഷം ഉണ്ടാവാൻ പോകുന്നത്. കൂടാതെ ഹരിയാനയിലെ ഫരീദാബാദിലെ ഒരു എക്സാം സെന്ററിൽ നിന്നും മുഴുവൻ മാർക്ക് നേടിയ 6 കുട്ടികളുണ്ട്. ഈ 6 പേർക്കും ഒരേ ക്രമത്തിലുള്ള സീറ്റ് നമ്പറുകളാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇവർ ഒരേ പരീക്ഷാ കേന്ദ്രത്തിൽ നിന്ന് പരീക്ഷ എഴുതിയിരിക്കാനാണ് സാധ്യത. അതായത് മുഴുവൻ മാർക്കും കിട്ടുന്ന പ്രതിഭാസം ഒരൊറ്റ സെന്ററിലെ 6 പേർക്ക് ഒന്നിച്ച് സംഭവിച്ചത് തികച്ചും നിഷ്കളങ്കമായിട്ടുള്ള ഒരു കോയിൻസിഡൻസ് അല്ലല്ലോ. ഈ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെയാണ് പരീക്ഷാ നടത്തിപ്പിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്ന്, അല്ലെങ്കിൽ നടന്നിട്ടുണ്ട് എന്ന ആരോപണം വിദ്യാർത്ഥികളും പല രക്ഷിതാക്കളും ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഈ ഒരു സംഭവം മാത്രമല്ല, ചില വിദ്യാർത്ഥികൾക്ക് 718-ഉം 719 മാർക്കുകൾ കിട്ടിയതായിട്ടും രക്ഷിതാക്കളും മാതാപിതാക്കളും പറയുന്നുണ്ട്. ഇത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ഈ മാർക്ക് കിട്ടിയത് സത്യമായിട്ടുള്ള ഒരു കാര്യവുമാണ്. ഓരോ നീറ്റ് ചോദ്യത്തിനും 4 മാർക്കാണല്ലോ ഉള്ളത്. ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ നെഗറ്റീവ് 1 മാർക്കും കിട്ടും. ഈ ഒരു കണക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 718-ഉം 719-ഉം ഇപ്പോൾ പല വിദ്യാർത്ഥികൾക്കും ലഭിച്ച മാർക്കാണ് എങ്കിലും അങ്ങനെ ഒരു മാർക്ക് ലഭിക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല. കാരണം ഒരു ചോദ്യം ഒരു കുട്ടി എഴുതാതിരുന്നു എന്ന് കരുതുക, അങ്ങനെയാണെങ്കിൽ ആ കുട്ടിക്ക് പരമാവധി 716 മാർക്ക് മാത്രമേ ലഭിക്കുള്ളൂ. ഇനി ഒരു ചോദ്യം എഴുതിയത് തെറ്റിപ്പോവുകയാണെങ്കിൽ 715 മാർക്കാണ് കിട്ടുക. അതുകൊണ്ട് തന്നെ ഫുൾ മാർക്ക്, അതായത് 720 മാർക്ക് കഴിഞ്ഞാൽ 716, 715 എന്നീ മാർക്കുകളാണ് ഒരു വിദ്യാർത്ഥിക്ക് കിട്ടാൻ പരമാവധി സാധ്യതയുള്ളത്. 718, 719 എന്നീ മാർക്കുകൾ ആർക്കും ലഭിക്കാൻ ഗണിതപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ വസ്തുതയുണ്ട് എന്ന് നമുക്ക് തോന്നാം. ഇതേ സ്കോർ കാർഡുകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. ഇതിന് മറുപടിയായി പക്ഷേ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പറയുന്ന ന്യായം, പരീക്ഷാ സമയത്ത് പല കാരണങ്ങളാൽ പല വിദ്യാർത്ഥികളുടെയും സമയം നഷ്ടപ്പെട്ടു എന്നും ഈ പരാതിയും കോടതിയിലെ കേസുകളും വിദ്യാർത്ഥികളിൽ നിന്ന് അവർക്ക് ലഭിച്ചു എന്നും അതുകൊണ്ട് തന്നെ അത്തരം കേസുകളിൽ 2018 സുപ്രീം കോടതി അംഗീകരിച്ച നോർമലൈസേഷൻ ഫോർമുല ഉപയോഗിച്ച് സമയനഷ്ടം നേരിട്ട വിദ്യാർത്ഥികൾക്ക് നഷ്ടപരിഹാരമായി ഗ്രേസ് മാർക്ക് നൽകുന്നത് പതിവാണ് എന്നുമാണ്. അതിനാൽ തന്നെ ഗ്രേസ് മാർക്ക് കിട്ടുമ്പോൾ ഇവർക്ക് 718 അല്ലെങ്കിൽ 719 എന്നീ മാർക്കുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുമാണ് NTA പറയുന്നത്. ഇതേ കാരണം കൊണ്ട് തന്നെയാണ് ഹരിയാനയിൽ മുഴുവൻ മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികളെക്കുറിച്ചും NTA പറയുന്നത്. അതായത് ആ കുട്ടികൾ എഴുതി 720-ൽ 720 നേടിയിട്ടില്ല. അവർക്ക് പല കാരണങ്ങളാൽ സമയം നഷ്ടപ്പെട്ടു. ആ സമയത്തിന് കോടതി അംഗീകരിച്ച നോർമലൈസേഷൻ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് ഗ്രേസ് മാർക്ക് അനുവദിച്ചു. ഈ ഗ്രേസ് മാർക്ക് കൊണ്ട് അവർക്ക് 720-ൽ 720 മാർക്ക് ലഭിച്ചു. സ്വാഭാവികമായിട്ടും ഇത് ഒരു സെൻറ്ററിൽ നടന്നതായതുകൊണ്ട് തന്നെ ആ സെൻറ്ററിൽ അപൂർവമായി ഒരുപാട് കുട്ടികൾക്ക് മുഴുവൻ മാർക്കും ലഭിച്ചു എന്നുമാണ് ഈ ടെസ്റ്റ് നടത്തിയിട്ടുള്ള NTA പറയുന്നത്. തെറ്റായ ചോദ്യപേപ്പർ വിതരണം ചെയ്തതുകൊണ്ട് പരീക്ഷ എഴുതാനിരുന്ന വിദ്യാർത്ഥികൾക്ക് 45 മിനിറ്റോളം സമയം നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണത്രേ ഇത്തരം ഗ്രേസ് മാർക്കുകൾ നൽകിയത് എന്നാണ് ഒഫീഷ്യലായിട്ടുള്ള വാദം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുക. സംഭവം ശരിയായിരിക്കാം. ആ വിദ്യാർത്ഥികളുടെ സമയം നഷ്ടപ്പെട്ടതിന് അവർക്ക് നീതി വേണം. എന്നാൽ ഇത്രയും കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു പരീക്ഷയിൽ പരീക്ഷാ നടത്തിപ്പുകാർ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത സംഭവങ്ങൾ കാരണം രാജ്യത്തെ എത്രയധികം വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങളാണ് ഇല്ലാതാവുന്നത് എന്ന കാര്യം പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കേണ്ടതാണ്. ലോട്ടറി അടിക്കുന്നത് പോലെ കിട്ടേണ്ട ഒരു സാധനമല്ലല്ലോ മെഡിക്കൽ സീറ്റ്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഗ്രേസ് മാർക്ക് മൂലമാണ് 718, 719 എന്നീ സാധ്യതയില്ലാത്ത മാർക്കുകളും കൂടുതൽ പേർക്ക് ഫുൾ മാർക്ക് കിട്ടാനുള്ള സാഹചര്യം ഉണ്ടായത് എന്നാണ് NTA പറയുന്നത്. ഈ ഗ്രേസ് മാർക്ക് നൽകുന്നതിന് പകരം സമയനഷ്ടം നേരിട്ട വിദ്യാർത്ഥികൾക്ക് NTA അധിക സമയം നൽകണമായിരുന്നു എന്നുള്ള വാദങ്ങൾ ചില രക്ഷിതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. ഏതെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അധിക സമയം നൽകാൻ കഴിയാത്ത ഒരു ഓൺലൈൻ പരീക്ഷയായിരുന്നില്ലേ ഇത്? ഓഫ്ലൈൻ മെഡിക്കൽ പരീക്ഷയായിരുന്നിട്ട് കൂടി ബന്ധപ്പെട്ടവർ അത് ചെയ്യാതിരുന്നത് ചില ആളുകൾക്ക് മാത്രം നേട്ടമുണ്ടാക്കാൻ വേണ്ടിയാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു തട്ടിപ്പ് മാത്രമാണ് എന്നാണ് പല രക്ഷിതാക്കളും ഇപ്പോൾ സംശയം പ്രകടിപ്പിക്കുന്നത്. ഗ്രേസ് മാർക്ക് നൽകുന്നത് തീർത്തും തെറ്റായ നടപടിയാണ് എന്ന് മാത്രമല്ല, ഇത് വിദ്യാർത്ഥികളുടെ തുല്യതയ്ക്ക് മേലുള്ള അവകാശത്തിൻ്റെ
വ്യക്തമായ ലംഘനമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെയാണ് ഈ കാര്യത്തെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. എന്താണെങ്കിലും കൗൺസിലിംഗ് സെഷനുകൾ ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ ഈ റിസൾട്ടിലെ പൊരുത്തക്കേടുകളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് മാതാപിതാക്കൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് അയച്ച കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഇതിനിടയിൽ ചോദ്യപേപ്പർ ചോർച്ച, സമയം തെറ്റിയതിന് അവസാന നിമിഷം നൽകിയ ഗ്രേസ് മാർക്ക്, 2024 നീറ്റിലെ ഫലങ്ങളിലെ അപാകതകൾ എന്നിവയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടുകൂടി മെഡിക്കൽ അപേക്ഷകരിൽ നല്ലൊരു പങ്കും നീറ്റ് പരീക്ഷയ്ക്കുള്ള റിപ്പീറ്റ്, അതായത് വീണ്ടും പഠിച്ച് നീറ്റ് ഒന്നുകൂടി എഴുതാം എന്ന് മാനസികമായി ഉറപ്പിച്ച് തയ്യാറെടുപ്പുകൾ തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ വന്നിട്ടുള്ള ഈ പരീക്ഷാ റിസൾട്ട് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് പലരും സുപ്രീം കോടതിയിൽ പൊതു താൽപ്പര്യ ഹർജിയും നൽകിയിട്ടുണ്ട്. എന്നാൽ പരീക്ഷാ റിസൾട്ടിന് സ്റ്റേ നൽകാൻ സുപ്രീം കോടതി വിസമ്മതിച്ചിരിക്കുകയാണ് എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. എന്നിരുന്നാലും ഈ തർക്കങ്ങൾക്കിടയിലും നീറ്റ് ചോദ്യപേപ്പർ ചർച്ചയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ NTA ശക്തമായിട്ട് നിഷേധിക്കുന്നുണ്ട്. പരീക്ഷാ പേപ്പറുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നാണ് ഇവർ പറയുന്നത്. ഈ റിപ്പോർട്ടുകൾ വസ്തുതാവിരുദ്ധമാണെന്നും പരീക്ഷാ നടപടികൾ സുരക്ഷിതവും നിഷ്പക്ഷവും സുതാര്യവുമാണ് എന്നും ഇപ്പോഴും NTA അവകാശപ്പെടുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ തെറ്റ് കാണിച്ചവർക്കെതിരെ നടപടികൾ എടുത്തിട്ടുണ്ട് എന്നും പരീക്ഷ വീണ്ടും നടത്തില്ല എന്നുമുള്ള ഉറച്ച തീരുമാനത്തിൽ NTA എത്തിയിരിക്കുന്നു എന്ന് മാത്രമല്ല, ആരോപണങ്ങൾക്കെല്ലാം മറുപടിയും അവർ നൽകുന്നുണ്ട്. ഒളിച്ചോടാൻ തയ്യാറായിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥി സംഘടനകൾക്കും കോടതിയിൽ പോവാം, അവർക്ക് പ്രതിഷേധങ്ങൾ നടത്താം. എന്നാൽ പരീക്ഷ വീണ്ടും നടത്താനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് എന്ന സത്യം കുട്ടികൾ തിരിച്ചറിയേണ്ടതാണ്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഒന്നിൻ്റെയും അവസാനമല്ല. നന്നായി തയ്യാറെടുപ്പ് നടത്തി വീണ്ടും പരീക്ഷ എഴുതുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇത്തവണത്തെ കെമിസ്ട്രി, ഫിസിക്സ് ചോദ്യങ്ങൾ നോക്കുകയാണെങ്കിൽ താരതമ്യേന വളരെ വളരെ എളുപ്പമായിരുന്നു. പൂർണ്ണമായിട്ടും മാർക്ക് നേടാൻ കഴിവുള്ള വിദ്യാർത്ഥികൾക്ക് തീർച്ചയായിട്ടും മുഴുവൻ മാർക്ക് നേടാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ബയോളജി പിന്നെ നോക്കുകയാണെങ്കിൽ നീറ്റ് പരീക്ഷയിൽ പഠിക്കുന്ന ധാരാളം പേർ ബയോളജിക്ക് മുഴുവൻ മാർക്ക് നേടാനുള്ള അറിവുള്ള കുട്ടികളുമാണ്. അങ്ങനെ നോക്കുമ്പോൾ പരീക്ഷ വളരെ എളുപ്പമായിരുന്നു. പരീക്ഷ കഴിഞ്ഞ സമയത്ത് തന്നെ ഇത്തവണ വളരെ ഉയർന്ന മാർക്കുള്ളവർക്ക് മാത്രമായിരിക്കും അഡ്മിഷൻ ലഭിക്കുക എന്ന കാര്യം ഏതാണ്ട് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ മുകളിൽ പറഞ്ഞതുപോലെ ഈ വർഷം സംഭവിച്ച സാഹചര്യം വരും വർഷങ്ങളിൽ സംഭവിക്കാൻ യാതൊരു സാധ്യതയുമില്ല. എന്നാൽ നിരാശപ്പെടാതെ ലക്ഷ്യത്തിനു വേണ്ടി പ്രയത്നിക്കുക, പഠിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയില്ലാത്ത കുട്ടികൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം എന്താണെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് വ്യക്തമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യൂ. പരമാവധി പേരിലേക്ക് ഈ സത്യങ്ങൾ എത്താൻ ദയവായിട്ട് ഷെയർ ചെയ്യൂ. നമുക്ക് എന്തായാലും മറ്റൊരു നല്ല വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ്, സൈനിങ് ഓഫ്.